ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഊട്ടിയിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. മുകളിൽ നിന്ന് ഫോൺ ഒന്ന് സൂം ചെയ്താൽ നിറയെ വീടുകൾ നമുക്ക് താഴെ കാണാൻ പറ്റും. താഴ്വാരത്തിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ. ഇതിനകത്ത് ലാസ്റ്റ് ഒരു അതിഥിയെയും കൂടി കാണിക്കുക. ഒരു അതിഥി നമ്മളെ തേടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. എൻ്റെ ശരിക്കും പേര് എനിക്കറിയില്ല, ഞാൻ ഊട്ടി പോവെന്നാണ് പറയാറ്. ഇത് നമ്മുടെ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോകുന്ന റോഡാണ്. ഇന്നത്തെ ദിവസം ഇവിടെ വേറൊരു വിശേഷം കൂടിയുണ്ട്. നമ്മളെ കാണാൻ ഒരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയാ. ഞാൻ ഊട്ടിയിലിപ്പോൾ 3ാമത്തെ പ്രാവശ്യം വരുന്നത്. പക്ഷെ അന്നൊക്കെ നമ്മളിങ്ങനെ ഹോട്ടൽ സ്റ്റേ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇന്നലെ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റിയില്ല. ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ടാണ്ടേ. രാത്രി മുഴുവൻ ഫ്ലൂട്ട് വായിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. അതാരാ വായിച്ചതെന്ന് ഇന്നാണ് കണ്ടത്. പാറകൾ. കല്യാണി പപ്പയുടെ തോളെ കയറി. എൻ്റെ സൗണ്ട് പോയിട്ട് 1 മാസമായി, ഇതുവരെ സൗണ്ട് വന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനും പറ്റുന്നില്ല. ഇപ്പം സൗണ്ട് പോയാലും ഇടാന്ന് വെച്ച്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ ആരെങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുക? मैडम केवल हाला बीबी ഇഡ്ഡലിയാണെന്ന് തോന്നുന്നല്ലോ, അല്ല ദോശ. ഓ, കല്യാണിയുടെ ഫേവറേറ്റ് ആണല്ലോ. കല്യാണി കല്യാണി ഉള്ളിൽ വിട്ടോ ബാ കല്യാണി. ഓക്കെ ആണോ ചേച്ചി? വേണ്ടേ? ആ ശരി, ഓക്കെ റൈറ്റ്. അങ്ങനെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി. നല്ല ദോശയും സാമ്പാറും 2-3 ടൈപ്പ് ചട്നിയും പിന്നെ നല്ല കട്ടൻ ചായയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയോ കടുവയുടെ കാൽപാദമുണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അവിടെ തട്ടി വീണേന്. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നലെ നമ്മളെ തേടി ഇവിടെ എത്തിയ അതിഥിന്ന്. ഇന്നലെ ഇവിടെ കടുവ വന്നിട്ടുണ്ടായിരുന്നെന്ന്. കടുവയുടെ കാൽപാദം എല്ലാം താഴെ പതിഞ്ഞിട്ടുണ്ട്. ആണോ? ഇവിടെ വർക്ക് നടക്കണുണ്ട്. ഈ കടുവയുടെ കാൽപാദം ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാണ് വർക്ക് നടക്കണേ. ഇത് വല്ലതാണോ കടുവയുടെ? ഇതാണ് കടുവയുടെ കാൽപ്പാടുകൾ. അങ്ങനെ നമ്മൾ ഫൈനലി കടുവയുടെ കാൽപ്പാട് കണ്ടുപിടിച്ചു. ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ താഴ്വശം ഫുള്ള് അവർ മാറ്റി വെച്ചിരുന്ന എർത്ത് ലൈൻസ് എല്ലാം വീണ്ടും ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. സ്ഥലം കാണും.
യെസ് വീടുണ്ടാമോ ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ നിന്ന് താഴ്വാരം നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കയ്യിലെടുക്കാൻ പറ്റില്ല. തട്ട് ഇങ്ങനെ തട്ട്. അതിലില്ല ഇങ്ങനെ തട്ട്. ഈ ഡ്രസ്സിലൊക്കെ മണ്ണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും കൂടി നോക്കാം. 3 days. ഇനി അവിടെ ഫ്ലൂട്ടൊക്കെ വായിച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്ന ആളോട് വിളിച്ച് നമ്മളൊരു വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ ആള് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു. ഇന്ന് നമ്മൾ തിരിച്ച് പോവാണ്. എന്തുവാ സിന്ധു ചേച്ചി? ചോദിക്കേ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇന്ന് ഇറങ്ങുവാണ്. പാക്കിങ്. ഇറങ്ങാം. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കുറച്ച് ഊട്ടിപ്പൂവിൻ്റെ ചെടിയൊക്കെ പറിച്ചിട്ടുണ്ട്, കൊണ്ടുപോകണമെന്ന്. അവർ പറഞ്ഞു ഏയ് കുഴപ്പമില്ല, എത്ര വേണേലും പറിച്ചത്, ഇവിടൊക്കെ നിപ്പുണ്ട്, എടുത്തോളാന്നാ പറഞ്ഞ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ സെയിം വന്ന് കാട്ടിലൂടെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.